കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ച് കോടിയേരി സംസാരിക്കുന്നു. തത്സമയം AICC ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗ് പറഞ്ഞു, ഇന്ത്യ മുഴുവൻ ഗോവധം നിരോധിക്കണം. ഞങ്ങൾ കോൺഗ്രസിന് അധികാരം ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ നിരവധി സംസ്ഥാനങ്ങളിൽ ഗോവധം നിരോധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പ്രതികരിച്ചു. ദിഗ്വിജയ് സിംഗ് ഇതിനെക്കുറിച്ച് കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? ദിഗ്വിജയ് സിംഗിന്റെ അഭിപ്രായം കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇതുവരെ ഉത്തരം പറയാൻ സോണിയാഗാന്ധി തയ്യാറായില്ല, രാഹുൽ ഗാന്ധി തയ്യാറായില്ല. മുഖ്യമന്ത്രിയോട് ഉമ്മൻചാണ്ടിയോട് ചോദിച്ചു, നിങ്ങളുടെ നിലപാട് എന്താണ്? ഉമ്മൻചാണ്ടി പറഞ്ഞു, കേരളത്തിൽ അത് ഒരു ചർച്ച ആക്കേണ്ട കാര്യമില്ല. ഇത് കോൺഗ്രസിന്റെ സമീപനമാണ്. കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചപ്പോൾ ഗോവധത്തിന്റെ പേരിലുള്ള ശിക്ഷ 5 വർഷമായിരുന്നു. BJP അത് 10 വർഷമാക്കി. ഈ വ്യത്യാസം മാത്രമേ കോൺഗ്രസും BJP തമ്മിലുള്ളൂ. ഗോവധത്തിന്റെ പേരിൽ കൊടുക്കേണ്ട ശിക്ഷ എത്രയാവണം? 5 വർഷം മതി എന്ന് കോൺഗ്രസ്, 10 വർഷം വേണമെന്ന് BJP. ഇവിടെ മനുഷ്യനെ കൊന്നാൽ 8 വർഷമേ ജയിലിൽ കിടക്കുന്നു. എന്നാൽ മൃഗത്തെ കൊന്നാൽ 10 വർഷം ജയിലിൽ കിടക്കണം എന്ന് നിയമമുണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് BJP സർക്കാർ. ഇത് മൃഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മൃഗത്തോടുള്ള സ്നേഹം കൊണ്ടല്ല. BJP-ക്കാരുടെ പ്രചരണം കണ്ടാൽ തോന്നും BJP-ക്കാരൊന്നും ബീഫ് കഴിക്കാത്തവരാണ്. നമ്മുടെ കേരളത്തിലെ BJP-ക്കാർ, മഹാഭൂരിപക്ഷം BJP-ക്കാർ ബീഫ് കഴിക്കുന്നവരാണ്. നമ്മൾ കാണുന്നില്ലേ ഓരോ സ്ഥലത്ത് വന്നിട്ട് ഇവൻ അടിച്ച് വീശുന്നത് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് പ്രചരിപ്പിക്കുന്ന BJP-ക്കാർ ബീഫ് കഴിക്കാതിരിക്കുന്നുണ്ടോ? ഈ മാംസം കഴിക്കുന്നവരെല്ലാം മുസ്ലിമുകളാണോ, ക്രിസ്ത്യാനികളാണോ? ഹിന്ദുക്കളിൽ ഭൂരിപക്ഷം മാംസം കഴിക്കുന്നവരല്ലേ? ഇന്ത്യയിൽ 70% ആളുകൾ മാംസം കഴിക്കുന്നവരാണ്. മാംസം കഴിക്കാത്തവർ ബ്രാഹ്മണരാണ്. ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ മുദ്രാവാക്യമാണ് ഗോവധം നിരോധിക്കണമെന്നുള്ള മുദ്രാവാക്യം. നാഗപ്പൂരിലെ ഒരു സംഘം RSSകാരാണ്, ബ്രാഹ്മണരാണ് ഈ RSS രൂപീകരിച്ചത് 1925. അന്നവരുണ്ടാക്കിയ മുദ്രാവാക്യമാണ്. ഇപ്പോൾ RSSന് മേധാവിത്വമുള്ള ഭരണം കിട്ടിയപ്പോൾ ഈ രാജ്യം നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസ് അവരും ഇതിന്റെ ഭാഗമായി ചേർന്നിരിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പൊ നോക്കിയാൽ ഒരു മൃഗത്തിനെയും, മൃഗങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പൊ സുരക്ഷിതത്വമാണ്, മനുഷ്യന് സുരക്ഷിതത്വമില്ല. കൽബുർഗിയെ കൊന്നാൽ പ്രശ്നം, ഒരു പ്രശ്നവുമില്ല കൽബുർഗിയെ കൊന്നാൽ. എന്നാൽ എലിയെ കൊന്നാൽ ഇവിടെ ശിക്ഷ വരും. എലി ഗണപതിയുടെ വാഹനമാണ്. ഗണപതി സംരക്ഷകന്മാർ പുറപ്പെട്ടിരിക്കുകയാണ്. എലി സംരക്ഷണ സേന RSS. ഹനുമാന്റെ പ്രതീകമാണ് പോലും കുരങ്ങൻ. കുരങ്ങനെ തൊടാൻ പാടില്ല. കുരങ്ങനെ സംരക്ഷിക്കാനുള്ള വാനരസേന RSS ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നാൽ RSSകാരോ കുരങ്ങനെ കൊന്ന് കരിങ്കുരങ്ങനെ സാധനം തിന്ന് RSSകാരൻ തടിച്ചു കൊടുക്കും. ഈ നാട്ടിൽ വാനരസേന അതുമായിട്ട് RSS ഇറങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ മൃഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് രാജ്യത്ത് കലാപം സൃഷ്ടിക്കാൻ പുറപ്പെടുന്ന RSSന് ഒരു ലക്ഷ്യമുണ്ട്. അത് ഈ രാജ്യത്ത് മതപരമായ ചേരിതിരിവുകൾ സൃഷ്ടിക്കുക, ഇവിടെ ചാതുർവർണ്ണ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുക. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് RSS ഇന്ത്യയുടെ ഭരണക്രമം ഇപ്പോൾ തിരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളവും ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. ചാതുർവർണ്ണ വ്യവസ്ഥ കൊടികുത്തി വാണ സംസ്ഥാനമായിരുന്നു ഈ കേരളം. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് മഴ വന്നാൽ കുടപിടിക്കാൻ അവകാശമില്ലാത്ത നാടായിരുന്നു ഈ കേരളം. മറ്റ് സംസ്ഥാനങ്ങളെ പോലെ സ്ത്രീകൾക്ക് മാറുമറക്കാൻ ഇവിടെ അവകാശമുണ്ടായില്ല. പട്ടികജാതി സ്ത്രീകൾ കല്ലുമാല ധരിച്ച് നടക്കേണ്ടി വന്ന നാടാണ് ഈ കേരളം. പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് ക്ഷേത്രത്തിന് പ്രവേശനം ഉണ്ടായില്ല. തലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം, അവിടെയുള്ള വലിയ കുളം പിന്നോക്ക സമുദായക്കാർക്ക് കുടിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. സഖാവ് CH കണാരന്റെ നേതൃത്വത്തിൽ
ഒരു സംഘം യുവാക്കൾ ആ ക്ഷേത്രത്തിൽ പോയി കുളിച്ച് ആ ക്ഷേത്രത്തിൽ കയറിക്കൊണ്ടാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് ആ കുളത്തിൽ കുളിക്കാനും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുമുള്ള അവകാശം നേടിയെടുത്തത് CH കണാരനെ പോലുള്ള ആളുകൾ നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഫലമാണ്. സഖാവ് AK-ജിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ കണ്ടോത്ത് പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവന് വഴി നടക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ട സന്ദർഭത്തിൽ ആ പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവരെയും കൂട്ടി കണ്ടോത്ത് ജാഥ നടത്തി അതിനെ വെല്ലുവിളിച്ച് മർദ്ദനമേറ്റുവാങ്ങിയ നേതാവാണ് സഖാവ് AK-ജി. ഇങ്ങനെയായിരുന്നു ഒരു കാലത്ത് ഈ കേരളം. അന്നാണ് സ്വാമി വിവേകാനന്ദൻ ഈ കേരളത്തെ നോക്കി ഇത് ഭ്രാന്താലയമാണ് എന്ന് വിശേഷിപ്പിച്ചത്. ആ ഭ്രാന്താലയത്തിൽ നിന്ന് ഈ കേരളത്തെ ഇന്നത്തെ രൂപത്തിലുള്ള നാടാക്കി മാറ്റി. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യ വൈകുണ്ഠസ്വാമി, അയ്യങ്കാളി, ബ്രഹ്മാനന്ദ ശിവയോഗി, വാഗ്ബണാനന്ദൻ, കുമാരനാശാൻ, പൊയ്കയിൽ യോഹന്നാൻ, വക്കം ഖാദർ, മക്തി തങ്ങൾ, VT വട്ടതിരിപ്പാട്, MRB, EMS നമ്പൂതിരിപ്പാട്, P കൃഷ്ണപിള്ള, AK-ജി തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാർ ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ള പോരാട്ടം, നവോത്ഥാന നായകന്മാർ നടത്തിയ പോരാട്ടം, ഇതിന്റെ ഫലമായിട്ടാണ് ഭ്രാന്താലയമായിരുന്ന ഈ കേരളം മതനിരപേക്ഷതയുടെ നാടായിട്ട് മാറിയത്. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കൂത്തമ്പലമായിരുന്ന ഈ കേരളത്തെ അതിൽ നിന്ന് മാറ്റിയെടുത്തത് നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ നടത്തിയിട്ടുള്ള ധീരോജ്വലമായ പോരാട്ടമാണ്. 1888 ആ സംഘടനക്കകത്ത് നേരത്തെ നടത്തി വന്ന സജീവമായ പ്രവർത്തനം പിന്നീട് വേണ്ടെന്ന് വെച്ചു. നമ്മുടെ സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ കാരണം അത്തരമൊരു സംഘടനക്ക് പ്രസക്തിയില്ലാതായി. ഈ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് SNDP-യുടെ നേതൃത്വം കൈക്കലാക്കിയ വെള്ളാപ്പള്ളി നടേശൻ കമ്പനി ഇന്ന് SNDP യോഗത്തെ RSSന്റെ ഒരു പോഷക സംഘടനയാക്കി, സംഘപരിവാറിന്റെ ഭാഗമാക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഇപ്പോഴത്തെ സമത്വ മുന്നേറ്റ യാത്ര. ഈ സമത്വ മുന്നേറ്റ യാത്ര ഒരു സംഘപരിവാർ മുന്നേറ്റ യാത്രയായി മാറിയിരിക്കുകയാണ്. കാസർഗോഡ് ഈ യാത്ര ഉദ്ഘാടനം ചെയ്തത് അവിടെ നടന്ന വേദി തന്നെ അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. RSS നേതാക്കന്മാരാണ് അവിടെ എല്ലാം നിയന്ത്രിച്ചത്. കുമ്മനം രാജശേഖരൻ ഇതിന്റെ സംഘാടകനായി വെള്ളാപ്പള്ളി നടേശന്റെ കൂടെ തന്നെ സഞ്ചരിക്കുകയാണ്. കുമ്മനം രാജശേഖരൻ എഴുതി കൊടുക്കുന്ന കാര്യം മാത്രമേ വെള്ളാപ്പള്ളി നടേശന് പ്രസംഗിക്കാൻ സാധിക്കുന്നുള്ളൂ. ഓരോ മീറ്റിംഗിലും എന്ത് പ്രസംഗിക്കണം എന്ന് തീരുമാനിച്ച് RSS പറയുന്നത് ഏറ്റുപറയുന്ന വിധത്തിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ ജാഥ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആ ജാഥയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത വ്യക്തിയുടെ പേര് ഇതെല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കർണാടകത്തിലെ ഒരു ക്ഷേത്രത്തിലെ മഠാധിപതി. ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത, ആ ക്ഷേത്രത്തിൽ ആരെങ്കിലും പോയാൽ വിശ്വേശ്വര തീർത്ഥ. ആ മഠാധിപതി നടത്തുന്ന ക്ഷേത്രത്തിൽ 2 തരത്തിലാണ് ഭക്ഷണം കൊടുക്കുന്നത്. 2 തരം പന്തി ഭോജനം. അവർണർക്ക് ഒരു ഭാഗത്ത്, സവർണർക്ക് വേറൊരു ഭാഗത്ത്. അവിടെ ഇന്ന് ജാഥയിൽ പങ്കെടുക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ അവിടെ പോയാൽ, ആ നക്കീരൻ ഭട്ടതിരിപ്പാടിനോടൊപ്പം പോയാൽ ഭട്ടതിരിപ്പാടിന് വേറെ സദ്യ, വെള്ളാപ്പള്ളിക്ക് വേറെ സദ്യ. അതാണ് ആ ക്ഷേത്രത്തിൽ 2 തരം പന്തി ഭോജനത്തിന് നേതൃത്വം കൊടുക്കുന്ന 500 വർഷക്കാലമായി ഈ അനാചാരം തുടരുന്ന ആ മഠാധിപതിയെ പിടിച്ചുകൊണ്ട് ഇതിന്റെ മുഖ്യാതിഥിയായി എഴുന്നള്ളിച്ചത് ആരാണ്? RSS ആണ്. RSSന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നത്. ആ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത, അവിടെ ബ്രാഹ്മണന്മാർ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം കഴിച്ച എച്ചിലില്ല, ആ എച്ചിലയിൽ കിടന്ന് അവർണന്മാർ ഉരുളണം. സവർണന്മാർ
ഭക്ഷണം കഴിച്ച എച്ചിലിനെയും അവർദ്ധന്മാരെ കൊണ്ട് ഉരുളിക്കുന്ന കിടന്നുരുളുന്ന പ്രാകൃതമായ വ്യവസ്ഥ നിലനിൽക്കുന്ന ആ ക്ഷേത്രത്തിന്റെ മഠാധിപതിയാണ് ഈ ജാഥയുടെ സമത്വ മുന്നേറ്റ യാത്രയുടെ മുഖ്യ സംഘാടകരായി പങ്കെടുത്തത്. ഇതാണോ RSSന്റെ സമത്വം? ഇതാണോ വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിക്കുന്ന സമത്വം ഈ കേരളത്തിൽ കൊണ്ടുവരാൻ പോകുന്നത്? രണ്ടു തരം പന്തിഭോജനവും സവർണന്മാരുടെ എച്ചിലയിൽ പിന്നോക്ക സമുദായക്കാരൻ കടന്നുരുളുകയും ചെയ്താൽ രോഗത്തിന് ശമനം കിട്ടും എന്ന് പ്രചരിപ്പിക്കുന്ന ആ ക്ഷേത്രത്തിന്റെ മഠാധിപതി തന്നെ വേണോ ഈ സമത്വ മുന്നേറ്റ യാത്ര ഉദ്ഘാടനം ചെയ്യാൻ? അവിടെ വന്നപ്പോൾ ഉണ്ടായ സംഭവം നിങ്ങൾ കണ്ടില്ലേ? അദ്ദേഹം നടേശനെ കണ്ട ഭാവം സഹിച്ചില്ല. നടേശനിൽ നിന്ന് ഭാഗത്തേക്ക് അദ്ദേഹം നോക്കിയില്ല. സാധാരണ നടേശന്റെ അടുത്തിരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അവിടെ യോഗക്ഷേമ സമിതിയുടെ പ്രസിഡന്റിനെ അധ്യക്ഷനായി വിളിച്ചപ്പോൾ അസഹിഷ്ണുത പ്രകടിപ്പിച്ച ആ മഠാധിപതി യോഗക്ഷേമ സഭ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങി നേരെ അദ്ദേഹം പ്രസംഗം നടത്തി. ബാക്കിയുള്ളവരെല്ലാം പ്രസംഗിക്കുന്നതിന് മുമ്പേ അദ്ദേഹം ഇറങ്ങിപ്പോയില്ലേ? അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചൊരു വാക്ക് അവിടെ പറഞ്ഞോ? പിന്നോക്ക സമുദായത്തിൽപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ പിന്നോക്ക സമുദായത്തിന് പ്രാമുഖ്യം കിട്ടാൻ, സമുദായത്തിന് ഏകീകരിപ്പിക്കാൻ വേണ്ടി നടത്തിയ യാത്ര തുടങ്ങിയ സ്ഥലത്ത് തന്നെ ഉണ്ടായ അനുഭവം RSSന്റെ വർണ്ണാശ്രമ ധർമ്മം അത് സ്ഥാപിക്കുന്നതിനുള്ള തുടക്കമാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടില്ലേ? ഈ സ്വാമി മഠാധിപതി വർണ്ണാശ്രമ ധർമ്മത്തിന് വേണ്ടി നിൽക്കുന്ന മഠാധിപതിയാണ്. അവിടെ അദ്ദേഹം കാസർഗോഡ് പരിപാടിയിൽ പങ്കെടുത്ത് മംഗലാപുരത്തിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി അദ്ദേഹം അവിടെ പ്രസംഗിച്ചു. അശോക് സിംഗാളിന്റെ ചരമത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്ന വേദിയിൽ പങ്കെടുത്തുകൊണ്ട് ആ മഠാധിപതി പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷിച്ച ദിവസം ബാബറി മസ്ജിദ് തകർത്ത ദിവസമാണ്. ആ ബാബറി മസ്ജിദ് തകർത്തതിൽ പരസ്യമായി ഇപ്പോഴും സന്തോഷം പ്രകടിപ്പിച്ച സ്വാമി ഈ സമത്വ മുന്നേറ്റ യാത്ര ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കാസർഗോഡ്. അദ്ദേഹം പറഞ്ഞു, അശോക് സിംഗാളിന്റെ ലക്ഷ്യം നേടാൻ വേണ്ടിയുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം എന്ന് ആഹ്വാനം ചെയ്ത ആ പെജാവർ മഠാധിപതി വിശ്വേശ്വര തീർത്ഥ അദ്ദേഹമാണ് ഈ സമത്വ മുന്നേറ്റ യാത്രയുടെ ദീപം തെളിയിച്ചു കൊടുത്തത്. എന്റെ കട പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെമ്പാടുമുള്ള കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നും ചെറുകിട സംരംഭകരിൽ നിന്നും ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഉപഭോക്താക്കളിൽ എത്തിക്കുകയാണ് എന്റെ കട ലക്ഷ്യം വെക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ സാബു കുമാർ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഡിസംബർ 5-നുള്ളിൽ 14 ജില്ലകളിലുമായി 98 കടകൾ തുറന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓരോ പഞ്ചായത്തിലും വിലക്കുറവിലും ഗുണമേന്മയിലും നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്ന ഓരോ സൂപ്പർ മാർക്കറ്റുകൾ എന്നതാണ് എന്റെ കടയുടെ ലക്ഷ്യമെന്നും സാബു കുമാർ പറഞ്ഞു. കൊപ്രാക്കളത്തിലെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണുമെന്ന ദേവസ്വം ബോർഡിന്റെ വർഷങ്ങളായുള്ള വാക്ക് പാഴ്വാക്കായി തുടരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട 500ഓളം തൊഴിലാളികളാണ് സന്നിധാനത്തെ കൊപ്രാക്കളത്തിൽ പണിയെടുക്കുന്നത്. അതേസമയം ആർക്കും പ്രയോജനമില്ലാത്ത ഹൈടെക് വികസനത്തിനായി കോടികളാണ് ദേവസ്വം ബോർഡ് ചെലവാക്കുന്നത്.